സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ് നമ്മളാണെങ്കിൽ നിങ്ങളെ കാണിക്കാതെ ഓഫ് ക്യാമറ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ടാക്കണം. വലിയ ബാൽക്കണിയാണല്ല, ജസ്റ്റ് ഒരു സിമ്പിൾ. പിന്നെ ഇവിടെ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്, ഈ ബ്ലോക്ക് പൊട്ടിക്കാൻ ഗൈസ്. ഇവിടെ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്കൊരു ഡോഗി കുട്ടിനെ കിട്ടിയായിരുന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു ഗൈസ്. പിന്നെ അറിയാതെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു ഗൈസ്. അതിൻ്റെ കൂട്ടത്തിൽ അതും കളഞ്ഞു ഗൈസ്. സോറി ഗായ്സ്. അതുകൊണ്ട് ഡോഗി കുട്ടൻ നമ്മൾ ബോണൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ 2 ബോണുണ്ടായിരുന്നു. ഇന്നാൾ എവിടുന്നോ സ്കെലിറ്റണെ എന്തോ എന്തോ ചത്തെന്തോ പോയപ്പം കിട്ടിയതാണ്. പട്ടിക്ക് ഇവിടെ ഒരു കൂട് പോലെ ഉണ്ടാക്കി ഗൈസ്. ബട്ട് ഗൈസ് അത് എനിക്ക് ഒട്ടും എനിക്കിഷ്ടം, എനിക്ക് തന്നെ പേഴ്സണലി ഇഷ്ടപ്പെടില്ല. ഓ ക്രീപ്പർ ഗൈസ് സ്ഥലം വിട്ടോ. പട്ടിയും പറയുന്നുണ്ട് ഗൈസ്. പട്ടിക്ക് പക്ഷെ അത്ര വലിയ ലൈഫൊന്നുമില്ല ഗൈസ്. ഞാൻ യൂട്യൂബിൽ കണ്ടത് പട്ടിയിലെ ഈ മറ്റേ എല്ലാവരും പടാന്ന് അടിച്ചിടും, അത് ഫേക്കായിരുന്നു ഗൈസ്. ക്രീപ്പർ അവിടുന്ന് പോകുന്നിടം വരെ നമുക്ക് നോക്കിയിരിക്കാം ഗൈസ്. എന്താ പോവാത്തെ? പോ ക്രീപ്പറെ. ഈ ക്രീപ്പർ കാരണം പറ്റത്തുമില്ല. നമുക്ക് അതിൻ്റെ പുറവശമൊക്കെ ഒന്ന് അടച്ചിടണം. ഓഫ് ക്യാമറ ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഡേർട്ട് വെച്ച് അടയ്ക്കാം. പിന്നെ ഗൈസ് ഇന്നത്തെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഈ വീടിൻ്റെ അകത്ത് ഒരു അണ്ടർഗ്രൗണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് ക്രീപ്പർ നമുക്ക് പോയാലോ അങ്ങോട്ട്. അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി എന്നിട്ട് നമ്മുടെ സ്റ്റോറേജൊക്കെ അതിൻ്റെ അടി വെക്കാം. എന്നിട്ട് ഒരു സ്റ്റോറേജൊക്കെ സെറ്റ് ആക്കണം ഗൈസ്. ഇതെല്ലാം ഇപ്പം ഞാൻ പൊളിച്ച് കളയും, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നമുക്ക് റോക്കും വെച്ച് നമ്മൾ കുറച്ച് വില്ലേജറിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ അതും വെച്ച് അടക്കം സെറ്റ് ആക്കണം ഗൈസ്. അതെല്ലാം അടുത്ത വീഡിയോ ചെയ്യാം. അതിന് റെക്കോർഡ് ചെയ്താൽ എന്തൊക്കെ കൂടി പോകും. നിങ്ങൾക്കറിയാമല്ലോ എത്ര നേരം എടുക്കുമെന്നറിയോ ഒരെണ്ണം എടുക്കാൻ. ടൈം ലാപ്സ് ഇടാമെന്ന് തോന്നുന്നു, ബട്ട് അതൊക്കെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ജസ്റ്റ് സ്റ്റെപ്പ് പണിന്നൊക്കെ ആരെങ്കിലും കാണുമായിരുന്നു. അതുകൊണ്ട് മാത്രം അത് ഞാൻ കാണിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതൊക്കെയാണ് എൻ്റെ പ്ലാന്. ഇച്ചിരി വീറ്റ് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ കൊണ്ടുവരായിരുന്നു, മറ്റേ കൗവിനെയൊക്കെ. പക്ഷെ നട്ടു വെക്കാം ഗൈസ്. വില്ലേജറിൻ്റെ കൈ കിട്ടുമോ? ആ പുള്ളി തരുമോ? വീറ്റിന് എന്താ? ഓ വീറ്റില്ല, ഉരുളൻകിഴങ്ങും ബ്രെഡും ഉള്ളൂ. പക്ഷെ വീറ്റാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. ബ്രെഡൊക്കെ നമ്മുടെ കുറേ ഇരിപ്പുണ്ട്. പുള്ളിയുടെ വീട്ടിനകത്തല്ലാണ്. ഓ ഫുള്ള് ബ്രെഡും കിഴങ്ങും എന്തോത്തിനാ. പിന്നെ നമ്മുടെ ഒരു ലീശ് കിട്ടിയായിരുന്നു. എന്തായിരുന്നു അത്? മറ്റേ ഒരുത്തനില്ലായിരുന്നു ഗൈസ്. എന്തുവായിരുന്നു, ഏതോ ഒരു ജീവിയും കൊണ്ടിരുന്ന് നടക്കത്തില്ല, ഒരു വില്ലേജർ. മറ്റേ ബൂളൻ ക്ലോത്ത്സ് ഒക്കെ ഇട്ടുണ്ട്. അവൻ്റെ ഒരെണ്ണം ഇങ്ങനെ ചത്തുപോയി, സോംബി വന്നതാന്ന് തോന്നുന്നു. അതിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഗൈസ് നമുക്ക് ഇതുപോലെ ഒരു സെറ്റ് ഫാം ഉണ്ടാക്കണം. അതൊന്നും ഈ എപ്പിസോഡ് പറ്റത്തില്ല, ബട്ട് അടുത്ത എപ്പിസോഡിൽ അതിനെ പിടിക്കാൻ പറ്റുമോ ഗൈസ്? അതിനെ പിടിച്ച് നമുക്ക് കൊണ്ട് കിട്ടിയാണ് നമ്മുടെ വീടിൻ്റെ അകത്ത്. രാത്രിയാവാറായി. ബട്ട് ഗൈസ് നമ്മളൊരു ദൗത്യം എടുത്തത്. ഓ മുടിഞ്ഞ സ്പീഡായി ഇനി കേട്ടോ ഗൈസ്, ഭയങ്കര സ്പീഡാണ്. രാത്രിയാവാറായി. ഇതവണ നിൽക്കുന്നുമില്ല ഒന്ന് പിടിച്ചതിന് ഇനി പരക്കാതെ കൊണ്ടിടാം. പിന്നെ നമുക്ക് ഫാം വരെ പണിഞ്ഞിട്ട് ഇനി അതിനകത്തിടാം. ഫാം പണിയാൻ കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. വുഡൊക്കെ ഇവിടെ ഉണ്ടാകും കൊണ്ട് വിഷയമില്ല ഗൈസ്. നമ്മളിവിടെ ഒരു സ്റ്റെപ്പ് പണിയണം, അല്ലെങ്കിൽ പിന്നെ പാട ഗൈസ്. എന്നിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കണം ഇതിൻ്റെ അകത്ത് തന്നെ. ഓ ഗൈസ് എന്തി പട്ടി കയറി. പൂച്ച എന്തി പൂച്ച? രാത്രി അവരെ ക്രീപ്പറും എന്നീ പൂച്ച പട്ടീനും വെളി ഇറങ്ങി വരാം. വാ, എന്തോ കേറാത്തേ? ഓ ഗൈസ് വരുന്നുണ്ട് ഗൈസ്. ഭയങ്കര ഓട്ടോ ആകട്ടോ. ഇതെവിടെ പോയി? എനിക്ക് ദേഷ്യം വരുന്നുണ്ടുള്ള. ഹായ് കുന്തു, എന്താ വരാത്തെ? മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം കേട്ടോ. നീ ട്രാപ്പില്ല, എൻ്റെ അടുത്ത് ട്രാപ്പില്ല. വാ കയറ്. ഓ അതിൻ്റെ തലയൊക്കെ വെളി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സ്റ്റോറേജ് വെക്കാൻ. നമ്മുടെ കുറച്ച് ചെസ്റ്റ് നമ്മൾ ഓൾറെഡി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന്
ഇട്ടിട്ടുണ്ട്. അത് ഇച്ചിരി സ്റ്റോൺ എടുക്കാനായിരുന്നു ഗൈസ്. എന്തോത്തിനാന്ന് ഞാൻ തന്നെ ഓർക്കുന്നില്ല. എന്തോത്തിനും നമ്മൾ കുറച്ച് സ്റ്റോൺ എടുക്കാൻ പോയായിരുന്നു. ആ മണ്ടയ്ക്ക് ഒരു നില പോലും വരുന്നില്ല, സ്ലാബ്. അതിന് സ്റ്റോൺ എടുക്കാൻ നമ്മൾ എത്തിരി കുഴിച്ചതാ. അന്നേരമാണ് ഗൈസ് നമുക്ക് ഐഡിയ തോന്നിയത്, കുറച്ച് വുഡ് എടുത്താണ് മറ്റേ കുന്തം ഉണ്ടാക്കാം, മറ്റേ ഫാം ഉണ്ടാക്കുന്ന സംഭവമില്ല ഗൈസ്. മജീനെ കെട്ടിയിടാം. വുഡന്തി, ക്രാഫ്റ്റിംഗ് ടേബിൾ, ഓക്ക് വുഡ് അല്ലേ ആദ്യം വേണ്ടത്. ഓക്ക് വുഡ് ആ സംഭവം എന്തി, അതുകൊണ്ട് അത് ഇനിയും വേണോ? ഇനി എന്നാ വേണം? സ്റ്റിക്ക് വേണം ഗൈസ്. സ്റ്റിക്ക് ആദ്യം ഉണ്ടാക്കാം ഗൈസ്. ഓഹ് എന്തോ എനിക്ക് ഗൈസ്, ഞാനിപ്പോൾ എന്താ ആക്റ്റീവ് അല്ലാത്തതെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ നല്ല രീതിയിൽ പറയാത്തതെന്ന് വെച്ചാൽ ഗൈസ്, ഇതിപ്പോൾ 2-3 പ്രാവശ്യമാണ് ഞാൻ ഇത് ചെയ്യുന്ന ഗൈസ്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ സ്റ്റോറേജ് ക്ലീൻ ആക്കിയും കുറേ പോയി. ഞാൻ കുറേ എഡിറ്റ് ചെയ്തായിരുന്നു ഗൈസ്, അതെല്ലാം പോയി. അതുകൊണ്ട് ഇച്ചിരി സെഡാ ഗൈസ്. ഇതിപ്പോൾ 2ാമത് എഡിറ്റിങ്ങാണ്. അതാ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ട് എന്തോ മൂഡ് ഓഫ് ആയി ഗൈസ്. ബട്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് സീരീസിന് ഒറ്റ കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് നല്ല ഗെയിംസിൻ്റെ ഒക്കെ റിവീൽ ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബ് ഇട്ടാലോ. റിവീലെന്നല്ല, നല്ല ഗെയിംസ് ഇങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്നതാണല്ലേ, അതുപോലെ ഇട്ടാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉടനെ അത്രയൊരു വീഡിയോ വരും. ആസ് എ ഗെയിമിങ് യൂട്യൂബ് ചാനൽ അതൊന്നല്ല. നമ്മൾ പിന്നെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അന്നേരം വേറെ ഈ ഐലൻഡിലോട്ടൊക്കെ പോവാം. മറ്റേ കുന്തം അങ്ങനെ ഉണ്ടാക്കുന്നേ. ഓക്കെ, ആ സംഭവം വരുന്നില്ലല്ലോ. ഇത് കിടന്നങ്ങ് ഓടുക. അത് അവിടെ കാണാൻ ചവിട്ടിയ ഓട്ടോമാറ്റിക് ഡോറാ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ പ്ലഷർ പ്ലേറ്റ് വെച്ച്. അത് നിങ്ങളെ കാണിച്ചെന്ന് തോന്നുന്നു എപ്പിസോഡ്, ഞാൻ ഓർക്കുന്നില്ല. എന്തി മറ്റേ ആ സംഭവം എന്തി ഗൈസ്? ഇതെന്തി മുമ്പ് വന്നതായിരുന്നല്ലോ സാധനം വരുമ്പോൾ. അതുകൊണ്ട് ഇതല്ല മറ്റേതാ. ഓക്കെ സെറ്റ്. നമുക്കിത് ഇവിടെ കാണാൻ വെക്കാം. ഇങ്ങോട്ട് വെക്കാം. പട്ടിയുടെ അടുത്തുകൊണ്ട് വെച്ചാൽ എൻ്റെ അകത്ത് കൊണ്ട് വെക്കണം ഗൈസ്. പിന്നെ ബോട്ടാ ഗൈസ്, ഓർക്കാത്തത്. ബോട്ടിനകത്ത് കയറി ബോട്ട് അങ്ങനെ പൊട്ടിക്കുന്ന ഗൈസ്. ഇതെന്തോ പരിപാടിയാ? ഇത് പൊട്ടിക്കാനും പറ്റത്തില്ല. അതിനെ ഓർക്കാൻ അടിച്ച് ഗൈസ്. എനിക്ക് തോന്നുന്നു ഗൈസ്, പതിയെ ഇങ്ങനെ അടിക്കാം, ചുമത്തോടാ. ഇത് ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ഈ ദേഷ്യം വരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എടുത്തിട്ടുണ്ട്. മറ്റേ സംഭവം ഇവിടെ വെക്കാം. ഒന്നാതെ കണ്ണും കാണത്തില്ല, ലൈറ്റും ഇല്ല. നമ്മുടെ കോളെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇനി എല്ലാത്തിനും ഒരു മൈനിങ്ങിന് പോകണം. നമ്മൾ ഇന്നാളെ വില്ലേജിന് വീട്ടിൽ കുറച്ച് വെച്ചില്ല, അത് പോയി ഇനി എടുക്കണം ഗൈസ്. അപ്പോഴത്തേനും അപ്പോഴും നമുക്ക് ഇങ്ങോട്ടും കാണാൻ വെക്കാം. ഇത്രയല്ലേ ഗൈസ് നമുക്ക് വേണ്ട, അല്ലാത്തതാ. അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് കമ്പ് കൂട്ടിയിരിക്കത്തില്ല ഗൈസ്. അത്രയും വെച്ചാലേ ഇരിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇത് പൊട്ടിക്കാം. ഇവിടെ ഒന്നും തത്തയെ കിട്ടത്തില്ല, അതിന് ഫോറസ്റ്റിൽ പോകണം. അല്ലെങ്കിൽ നമുക്കൊരു തത്തയെ സീഡും വെച്ചങ്ങ് എടുക്കാം. സീഡിനിപ്പം കുഴപ്പമില്ല. ഇതേലും അങ്ങനെ കെട്ടിയിടുന്നേനി ഗൈസ് അത് തുറന്നു. ഇതേലും എങ്ങനെ ഇനിയും കെട്ടിയിടുന്നേ? ചുമ്മാ തൊട്ടം. കെട്ടി. നമുക്കിനി ഒരു അണ്ടർഗ്രൗണ്ട് പണിയണം ഗൈസ്. അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ബട്ട് ഗൈസ്, ഈ വീഡിയോയിൽ നിങ്ങളെ അത് കാണിക്കത്തില്ല ഗൈസ്. അതൊക്കെ സിക്കാണ്ട് ഞാൻ പണിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. എൻ്റെ പണിയിലറിയാമല്ലോ, വലിയ രസമൊന്നും കാണത്തില്ല. ആദ്യം നമുക്ക് ഇത് വേണം, മറ്റേ ഇത് ലൈറ്റ്. ഇവിടെ ഇരുന്നൊരു ലൈറ്റ് അടിച്ച് മണ്ടി കൊണ്ട് പോകാം നമുക്ക്. അല്ലാതെ ഇപ്പം തൊയ്യാനും കൊണ്ട് വെക്കാം. ഓക്കെ, ഈ ഡയറക്റ്റല്ലേ ഇവിടുന്ന് പൊട്ടിക്കുക. താഴോട്ട് ഞാൻ മറ്റേ സ്റ്റോൺ എടുക്കാൻ പോയപ്പോൾ ചെറിയൊരു വഴി കൂട്ടാക്കി വെച്ചിട്ടുണ്ട്, കാണിക്കാം. കണ്ടോ?
ഇതൊന്നും കാണത്തില്ല, കൂരിട്ടാ ഗൈസ്. ഇതെല്ലാം ഇനി പൊട്ടിക്കണം. ഈ വീഡിയോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തീമില്ല ഗൈസ്, അതാണ് വിഷയമായത്. അടുത്ത വീഡിയോ ഇങ്ങനെയല്ലായിരിക്കും ഗൈസ്. ഞാൻ കുറേ എഡിറ്റൊക്കെ ചെയ്തായിരുന്നു. ഈ വീടിൻ്റെ മണ്ടവശമൊക്കെ പണിയുന്ന തന്നെ ചെയ്തായിരുന്നു. ഓഫ് ക്യാമറ ചുമ്മാ പറഞ്ഞതാ. അതായത് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഡോഗിനെ എടുക്കാൻ പോകുന്നൊന്നും ഡോഗ് എന്നെ ഒരു പ്രാവശ്യം ഈ ഡോഗ് എന്നെ ഓർക്കാൻ ഞാൻ അതിനെ അടിച്ചായിരുന്നു ഗൈസ്. അടിച്ചു കഴിഞ്ഞപ്പോൾ അതാണെങ്കിൽ എന്നെ വന്ന് അടിച്ച് കൊന്നു. അല്ലാതെ പിന്നെ അതിനെ പിന്നെ ആക്കാൻ പറ്റില്ല, നമ്മൾ ചത്തു കൊടുത്തു അങ്ങനെ പറയാം. കൊന്നെന്ന് പറഞ്ഞ നാണംകേടാ ഗൈസ്, നമ്മളങ്ങനെ പറയാറേ ഇല്ല. എന്നിട്ടാണെങ്കിൽ ചത്തു കൊടുത്തു. എന്നിട്ട് ചത്തു കൊടുത്തിട്ട് രണ്ടാമത് പോയി വെള്ളത്തിനകത്തായിരുന്നു ഞാൻ ചത്തുപോയത്. പിന്നെ രണ്ടാമത് പോയി പട്ടിക്ക് കരയ്ക്ക് കയറാനും അറിയത്തില്ല. പിന്നെ പട്ടി എങ്ങനെയൊക്കെയോ കരയ്ക്ക് കയറ്റി മറ്റേ കയറും വെച്ച്. അത് കഴിഞ്ഞിട്ട് ബോണ് കൊടുത്ത് സെറ്റാക്കി. അങ്ങനെയാണ് പട്ടിയെ നമുക്ക് കിട്ടിയത്. പട്ടി കുറവായിരുന്നു, ഞാൻ കുറേ നേരം എടുത്തായിരുന്നു കണ്ടുപിടിക്കാൻ. അങ്ങനെ കുറേ നേരം ഞാൻ ഇതെല്ലാം ഇപ്പം നിങ്ങൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് കാണിക്കും. കുറേ നേരം ഇതെല്ലാം എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ആയതുകൊണ്ടാണ് സ്റ്റോറേജ് ഫുള്ളായത്. കുറേ ടൈം എടുത്തു ഗൈസ്, അതുകൊണ്ടാണ്. ഇവിടെ ഒരു ചെസ്റ്റൊക്കെ വെക്കണം. താഴോട്ട് ഇച്ചിരി കൂടെ കുടിച്ചിട്ട് ഒരു സ്റ്റോറേജൊക്കെ പണിയണം. കുറേ ചെസ്റ്റൊക്കെ വെക്കാം. പിന്നെ സാധനങ്ങളൊക്കെ കിട്ടുമ്പം പതിയെ അതിനകത്ത് കൊണ്ടുപോകാം ഗൈസ്. ഇനിയും ഗൈസ് ഇച്ചിരി വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മറ്റേ കേവിലേക്ക് കള്ളം വന്നവർ ഇനി ഏതെങ്കിലും കള്ളന്മാർ വന്നാലും വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് താഴെ കൊണ്ടുപോകാം ഗൈസ്. ചെസ്റ്റിനകത്ത് ചെസ്റ്റ് സ്ഥലത്ത് വെച്ച് ഏതല്ലോ വരുവാണെങ്കിൽ അവൻ എടുക്കും. അങ്ങനെ നമുക്ക് വേറെ സ്ഥലത്ത് വെക്കാം. സ്റ്റോറേജ് എന്നൊക്കെ നമുക്ക് പേര് കൊടുത്ത് സെറ്റാക്കണം. ഫാം സെറ്റാക്കണം, അതെനിക്ക് ഇപ്പോഴത്തെ ഡ്രീം. സാധനമൊക്കെ വേണം. ഡയമണ്ടൊക്കെ മണ്ടയ്ക്ക് നിന്ന് എടുത്തുകൊണ്ട് വരണം. ഇപ്പം നമ്മുടെ ഈ കുറേ ചെസ്റ്റ് ഇരിപ്പുണ്ട്, എന്തോത്തിനാന്ന്. ഇന്നാൾ എന്തായിരുന്നു ഞാൻ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി ഉദ്ദേശിച്ച ഗൈസ്, സ്റ്റക്കായിരുന്നു ഫോണ്. ഞാൻ ഇങ്ങനെ ഞെക്കിക്കൊണ്ടേയിരുന്നു ചെസ്റ്റയിൽ. അതിന് കുറേ ചെസ്റ്റ് വന്നു, അതാ പറ്റിയത്. അതുകൊണ്ടെന്തോ ഇപ്പം ഉപകാരമായി, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇച്ചിരിയും കൂടെ കുറേയൊക്കെ ആയി കഴിയുമ്പം ഈ വീടാണ് നമുക്കിപ്പോൾ ഇച്ചിരി മെയിനായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഞാനാണെങ്കിൽ നേരത്തെ എപ്പിസോഡിൽ ഇട്ടെന്ന് തോന്നുക. നേരത്തെ എപ്പിസോഡിൽ ഇല്ല. ഞാൻ അയൺ എടുത്തായിരുന്നു. അയൺ എടുക്കാൻ പോയായിരുന്നു ഗൈസ്, സ്റ്റിയർ എടുക്കാൻ. അതും ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. അതും വെച്ചാൽ ഈ ബാൽക്കണിയുടെ അവിടെ കണ്ടായിരുന്നു ഗൈസ് നിങ്ങൾ ചെറു ഗ്രാസ് കൂട്ട്. അതും വെച്ചാൽ അത് കിട്ടിയില്ല ഗൈസ്, അത് പോയി സ്റ്റോറേജ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അങ്ങനെ ഞാൻ അതുണ്ടാക്കിയായിരുന്നു. അടുത്ത എപ്പിസോഡ് ഏതായാലും ഞാൻ സ്റ്റോറേജ് ഫുള്ളാവാതൊക്കെ സെറ്റ് ആക്കാം. അതുമല്ല സ്പൈഡർമാൻ്റെ നമ്മൾ റീമാസ്റ്റേഡിൻ്റെ ഒന്നും കളിച്ചില്ല. അല്ലാതെ മൈൽസ് മൊറാൽസിൻ്റെ സ്പൈഡർമാനാണെങ്കിൽ ഞാൻ കളിച്ചിട്ടിട്ടുണ്ട്. അതും എല്ലാം കൂടെ സ്റ്റോറേജ് അങ്ങ് ഫുള്ളായി. അതിൽ മൈൻക്രാഫ്റ്റ് എന്തായിരുന്നു ഇച്ചിരി നേരമൊന്നും അല്ലല്ലോ. 3 സ്ക്രീൻ റെക്കോർഡർ എടുത്ത് ഇടും. അതാണെങ്കിൽ 16 17 മിനിറ്റാണ് 3 അങ്ങനെ സ്റ്റോറേജ് ഫുള്ളായതാണ്. എന്നിട്ട് നിങ്ങളോട് ഓഫ് ക്യാമറ ചെയ്യാമെന്ന് പറയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ അയണിങ് അതായി. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയും വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പുറവ് വന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോക്ക് മെയിൻ ഇതൊന്നുമില്ല. അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ സ്റ്റോറേജ് റൂം സെറ്റാക്കും. താഴെ ഉണ്ട് അണ്ടർഗ്രൗണ്ട് അത്യാവശ്യം സെറ്റാക്കും. ഇത്രയേ ഉള്ളൂ. സ്റ്റോറേജ് ഓഫ് ക്യാമറ ചെയ്യാൻ തോന്നുന്നു. പക്ഷേ അണ്ടർഗ്രൗണ്ട് ഓഫ് ക്യാമറ ഒക്കെ ചെയ്യും. നമ്മൾ പിന്നെ അയൺ മൈനിങ്ങിന് പോവും. വീട് നല്ലൊരു സെറ്റപ്പ് ആക്കും ഗൈസ്. ഇപ്പം കാണിച്ചൊരു കാച്ചറ കൂച്ചറ ഒന്നും ആക്കിയില്ല, സെറ്റാക്കി വിടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.